എൻ്റെ പേര് മാർട്ടിൻ. എൻ്റെ മൂത്ത മകൻ രാഹുൽ മാർട്ടിൻ, രണ്ടാമത്തെ മകൻ ഡോൺ മാർട്ടിൻ. ഇതെൻ്റെ സുഹൃത്തിൻ്റെ മകൻ മികായിൽ ഷാബു. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ ചേലാമറ്റം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2023 ഡിസംബർ മാസം 16-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചത്. ഉടമ്പടിക്ക് മുൻപ് യൂട്യൂബിൽ അങ്ങനെ നോക്കുന്ന ശീലമൊന്നും എനിക്കില്ല. ഒത്തിരിയേറെ കഷ്ടത, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ മൂത്ത മകൻ സ്റ്റുഡൻറ്റ് വിസയിൽ UK പോവുകയും അവിടെ ചെന്നിട്ട് രണ്ടാമത്തെ ടൈമിൽ പൈസ അടയ്ക്കാൻ ഇവനൊരു ജോബ് അവിടെ കിട്ടിയില്ല. ഒരു തരത്തിലുള്ള പണിയും കിട്ടാതെ വിഷമിച്ച് ഞങ്ങൾ നാട്ടിൽ നിന്ന് പലരിൽ നിന്നുമായി പൈസ വാങ്ങി ഇവന് റൂം വാടകയും ഭക്ഷണത്തിനുള്ള പൈസയും ഇവന് കൊടുത്ത് അയക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ വീഡിയോ കോൾ പോലും ചെയ്യുമ്പോൾ ഇവനുമായി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ എന്നോട് പറയുക, ഞാൻ റോഡ് പണി ചോദിച്ചു, അതുപോലും കിട്ടിയില്ല അപ്പച്ച എന്ന് പറയാണ്. അങ്ങനെയാണ് എനിക്കൊരു ചെറിയ കടയാണ്. ആ കടയിലിരുന്ന് മൊബൈൽ നോക്കുന്ന സമയത്ത് യാദൃശ്ചികമായി ഫേസ്ബുക്ക് എടുക്കുകയും ആ ഫേസ്ബുക്കിൽ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന കാണുകയും ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ പ്രാർത്ഥന രൂപക്കൂടിൻ്റെ മുൻപിൽ മുട്ടുകുത്തി എൻ്റെ മൊബൈൽ ഓൺ ചെയ്ത് ഈ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന കരഞ്ഞുകൊണ്ട് ചെല്ലുക. അങ്ങനെ അന്ന് പ്രാർത്ഥന തീരുന്നവരെ മുട്ടിൽ നിന്ന് ആദ്യമായി ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലി. പ്രാർത്ഥന ചെല്ലാറുണ്ട്, പള്ളിയിലൊക്കെ പോകുന്ന കാര്യങ്ങൾ ശീലമൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് പ്രാർത്ഥന തീരുന്നവരെ മുട്ടിൽ നിന്ന് ഞാൻ അന്ന് ചൊല്ലിയത്. അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോ എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിൽ നിന്ന് മുട്ടിൽ നിന്നുകൊണ്ട് തീരുന്നവരെ പ്രാർത്ഥന എത്തിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിന് ആദ്യമേ തന്നെ ഞാൻ തമ്പുരാന് നന്ദി പറയുന്നു. ആ പ്രാർത്ഥന ചൊല്ലി രണ്ടാമത്തെ ദിവസം, ഉടമ്പടിക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പ്രാർത്ഥന ചൊല്ലി രണ്ടാമത്തെ ദിവസം ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഒരു ദിവസത്തെ പണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ ഞാനും ഇവനോട് പറഞ്ഞു, എടാ പരിശുദ്ധ അമ്മയാണ് നിനക്ക് ആ പണി തന്നത്, നീ ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് ആ പണി കിട്ടും എന്ന് പറഞ്ഞു. വീണ്ടും ആ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു. ഒരാൾക്ക് പകരമായിരുന്നു ആ പണി എൻ്റെ മകന് കൊടുത്തത്. പക്ഷെ പിറ്റേ ദിവസം പണിക്ക് വിളിച്ച് ചെല്ലുമ്പോൾ ആ പയ്യൻ ആ സ്ഥാനത്ത് പണിക്കുണ്ട്. അപ്പോൾ വീണ്ടും ഇവനോട് അവർ പറഞ്ഞു, ക്ഷമിക്കണം, വിളിച്ചതിൽ ക്ഷമ പറഞ്ഞ് ഇവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ആ പണിയും പോയി, ഒരു ദിവസത്തെ പണിയാണെന്ന് പറഞ്ഞവർ വിളിച്ചത്, അതും കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു വിശ്വാസം കൈവിടാതെ ഇങ്ങനെ പറയുകയാണ്, നിനക്ക് പരിശുദ്ധ അമ്മയാണ് ആ പണി തന്നതെങ്കിൽ നിന്നെ നാളെ വിളിക്കും, അവർ വിളിക്കും. അതുപോലെ തന്നെ പിറ്റേ ദിവസം മുതൽ ആ ഒരു ദിവസത്തെ ഒഴിവൊഴിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മകന് ഒരു തൊഴിൽ അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല. 5 വർഷത്തെ വിസ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോ അവന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ലീവിന് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ 2023 ഡിസംബർ മാസം 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി വയ്ക്കുന്നത്. ഉടമ്പടി വെച്ചതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ മകൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ലിഗമെൻറ്റിന് കംപ്ലൈൻറ്റ് വന്ന് ലിഗമെൻ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ തൈറോയിഡ് ഉണ്ടെന്ന് അറിയുകയാണ്. അങ്ങനെ തൈറോയിഡിന് ഒരു 3 മാസം മരുന്ന് കൊടുത്തു. അതിനുശേഷം അവർ 6 മാസം മരുന്ന് കൊടുത്തു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനിവൻ്റെ തൊണ്ടയിൽ പരിശുദ്ധ അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും എന്നും
ഇവന് വേണ്ടി ഈ തൈറോയ്ഡ് മാറ്റി തരണേ അമ്മയെന്ന് മാധ്യസ്ഥ യാചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പൂർണ്ണമായി ആ തൈറോയ്ഡ് എന്ന അസുഖം ഇവന് മാറ്റിക്കൊടുക്കുകയും ഇന്ന് ഒരു മരുന്ന് പോലും കഴിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈശോ അവനെ മാറ്റുകയും ചെയ്തു. UK-യിലായിരിക്കുന്ന സമയത്ത് ഈ ജോലിയില്ലാതെല്ലാം കഷ്ടപ്പെടുന്ന സമയത്ത് എന്നോട് പിള്ള വിളിച്ചിട്ട് പറയും, അമ്മച്ചിയോടാണ് കൂടുതൽ പറയുക, എനിക്ക് നീർന്ന് നിൽക്കാൻ പറ്റില്ല, എൻ്റെ വയറ് ഭയങ്കര വേദനയാണ്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന വേദനയുടെ ഗുളിക മാത്രം കഴിക്കും, പക്ഷേ എന്നാലും കുറവില്ല, നീർന്ന് നിൽക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. ഞാനീ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ദൈവമേ എല്ലാം പോയി, എല്ലാം കൈവിട്ടു. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല, സാമ്പത്തികമായ ഭയങ്കര ബുദ്ധിമുട്ടികൾ ഓടുന്ന സമയം. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വർഷക്കാലമായിട്ട് ഇന്ന് വരെ അവന് ഈ വയറുവേദന ഒരു ഡോക്ടറെ കാണാണ്ട് തന്നെ മാറിക്കിട്ടി. അതിന് ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ആ സമയത്തൊക്കെ ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. പക്ഷെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാനറിയാതെ തന്നെ ഈശോ ഒത്തിരിയേറെ സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് ചെയ്യുകയുണ്ടായി. ഒത്തിരിയേറെ സാമ്പത്തിക സഹായം ചെയ്ത് എന്നെ കർത്താവ് സംരക്ഷിച്ചു. അതിന് ഞാൻ ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഈ മിഖായേൽ ഷാബുവിന് അവന് 15 വർഷമെത്തി അവർക്ക് ഈശോ എൻ്റെ കൂട്ടുകാരൻ സുഹൃത്തിന് നൽകിയ ഒരു മകനാണ്. അവൻ്റെ കണ്ണിൽ എപ്പോഴും ഇങ്ങനെ കുരുക്കൾ ഉണ്ടാകുമായിരുന്നു. കണ്ണിൻ്റെ പോള നിറച്ച് കുരുക്കൾ 2 കണ്ണിലുണ്ടാകുമായിരുന്നു. അപ്പോൾ അതിന് മരുന്ന് പരട്ടിയാലും മാറാത്ത സാഹചര്യമായി. അവർ പലപ്പോഴും മരുന്നിങ്ങനെ പറ്റും, മാറില്ല. ഇവന് തേനും ഉപ്പും കൊടുക്കുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിന് ഫലമായി ഇന്ന് വരെ പിന്നീട് ആ കുരുക്കൾ കണ്ണിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട അയൽവക്കത്തുള്ള കുട്ടിയെ കൊണ്ടുവരാൻ പറ്റിയില്ല. അവൻ്റെ നിറുകന്തല മുതൽ ഉള്ളങ്കാല് വരെ കടിച്ച് തടിക്കുമായിരുന്നു. പൈനാപ്പിൾ, ചെമ്മീൻ അതുപോലെയുള്ള ഭക്ഷണ വസ്തുക്കളൊന്നും കൊടുക്കരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഇവന് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഞങ്ങൾ തൊട്ടടുത്താണ് ചെല്ലും, ഇവൻ്റെ കരച്ചിൽ കേട്ട് ചെല്ലും. ഇവനെ കുറച്ച് നേരം അവർ ആരിലും ആസ്പത്രി കൊണ്ടുപോകും, ഒരു ലോഷനൊക്കെ കൊടുക്കും, അത് വരട്ടും, മാറും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും. പൊടിമണി കളിക്കാൻ പാടില്ല, സോക്സ് ധരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടു. ഇവനും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഉപ്പും തേനും കൊടുക്കും. അവനെപ്പോഴും എപ്പോഴും വീട്ടിലാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഞാൻ ഇവനെ പിടിച്ചവിടെ ഇരുത്തും, അവൻ്റെ പെങ്ങളെ അവനും പിടിച്ചിരുത്തും, പ്രാർത്ഥന എത്തിപ്പിക്കും. അപ്പോൾ ഈ ഉടമ്പടി തൈലം വെച്ച് അവന് പ്രാർത്ഥിച്ചു. ഇന്ന് 1 വർഷത്തിലേറെയായിട്ട് ഇതുവരെ അവന് ഈ കടിയോ ചൊറിച്ചിലോ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ഭക്ഷണവും ഞങ്ങൾ അവന് കൊടുക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും. ആ സൗഖ്യത്തിന് ഈശോയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഞങ്ങളിൽ കഴിയുന്ന ചെറിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, ഏതെങ്കിലും പാവങ്ങളെ നമ്മളറിയുന്ന ഏതെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് ഒരു നേരത്തെ മരുന്നിന് സഹായം ചെയ്യുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് കൊടുക്കുക എന്നുള്ള പ്രേക്ഷിത പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും തമ്പുരാനോട് പ്രാർത്ഥിച്ച് ഈശോയുടെ കൃപയോടെ മുന്നോട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ കൃപാസനം മണ്ണിലേക്ക് കാലുകുത്തുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീണ്ടും ഈ അൾത്താരയിൽ വന്നു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ദൈവമഹത്വത്തിനായി സാക്ഷ്യങ്ങൾ പറയുവാൻ ഞങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ദൈവനാമത്തെ സ്തുതിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് മാർട്ടിൻ പാപ്പച്ചൻ എന്ന സഹോദരൻ നമ്മുടെ മുൻപിൽ വെച്ചത്. വളരെ മനോഹരമായൊരു സാക്ഷ്യം. തൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു, കേരളത്തിൽ ഒരുപാട് പത്രം വിതരണം ചെയ്യുന്ന, കൃപാസനം പത്രം എത്തിക്കുന്ന മാധ്യമങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ടും ഈ മാർട്ടിൻ എന്ന സഹോദരൻ്റെ അടുത്ത് ഒരു പേപ്പർ എത്തിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിൽ തോന്നുകയായിരുന്നു. അദ്ദേഹം കടയിലിരുന്ന് വെറുതെ സ്ട്രോൾ ചെയ്തിരുന്ന നേരത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ട് ഉടനെ പ്രാർത്ഥിച്ചു തൻ്റെ മകന് വേണ്ടി.
ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള വളരെ കണ്ണീരോടുകൂടിയ പ്രാർത്ഥന. ഈ സാക്ഷ്യം സ്ഥിരീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയായിരുന്നു, ഞാൻ ആരും കാണാതെ ഒത്തിരി കരയുമായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എൻ്റെ വൈഫിനോട് പറയാതെ സങ്കടത്തോടുകൂടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ടെന്ന്. അത് ആർക്കും അറിയില്ല. ഒരു അപ്പൻ്റെ വളരെ സങ്കടകരമായ അവസ്ഥ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന അപ്പം മകൻ UK-യിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജോലി കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും ജോലിയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ അവരുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയല്ല. മകൻ ഒരു കോൺക്രീറ്റ് വർക്ക് ചെയ്യാൻ പോലും റെഡിയായി. പക്ഷെ അതുപോലും അവന് കിട്ടാത്ത ഒരവസ്ഥയിൽ അവൻ തൻ്റെ മാതാപിതാക്കളോട് വിളിച്ച് ഫോൺ ചെയ്ത് പറയും, അപ്പച്ചാ എനിക്കൊരു ജോലിയില്ല. അപ്പോൾ അപ്പൻ്റെ ആ ഒരു വിശ്വാസമാണ്, പരിശുദ്ധ അമ്മ നിനക്ക് ജോലി തരും. ആദ്യത്തെ ദിവസം നെക്സ്റ്റ് ഡേ അവന് ജോലി കിട്ടി. അടുത്ത ദിവസം അവന് വിളിച്ചു, അത് റിജക്റ്റഡായി. പിന്നെ അവനെ അവിടെ യഥാസ്ഥാനപ്പെടുത്തി പരിശുദ്ധ അമ്മ ഇടപെട്ടു. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ, നമ്മുടെ കൂടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന അമ്മ മാർട്ടിൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ആ മകൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് അവനൊരു പെട്ടെന്നൊരു വയറുവേദന വരികയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. ഡോക്ടേഴ്സിനെ കാണാൻ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ അവന് പൈസയില്ല. അപ്പച്ചൻ്റെ ആ സങ്കടം, അമ്മയുടെ സങ്കടം, മകൻ്റെ സങ്കടം, ഇതൊക്കെ പറയാൻ നമുക്ക് ആകെ ഒരു വ്യക്തിയുള്ളൂ, പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും അനുഗ്രഹം മേടിച്ചു കൊടുക്കുകയാണ്. ഈ അപ്പച്ചൻ, മാർട്ടിൻ എന്ന സഹോദരൻ, തൻ്റെ തന്നെ വയറിൽ വിശുദ്ധ തൈലം പൂശി മകന് വേണ്ടി പ്രാർത്ഥിച്ച് മധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ നിലവിളി കേട്ടു മകന് സൗഖ്യം നൽകി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകനും ഒരു തൈറോയിഡിൻ്റെ സർജറി ആവശ്യമുണ്ടെന്നൊക്കെ അവരോട് പറഞ്ഞു. പക്ഷേ ആ സർജറി കൂടാതെ മകനെ തൈറോയിഡിന് സൗഖ്യം നൽകി. ഇന്നിവിടെ രണ്ടാമത്തെ സാക്ഷിയാണ്. തൈറോയിഡിന് സൗഖ്യം ലഭിച്ചു, പൂർണ്ണ സൗഖ്യം. പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്ത മെഡിക്കൽ റിപ്പോർട്ടുള്ള ഒരു തൈറോയിഡ് അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടത് ഇന്നത്തെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അത് പൂർണ്ണമായും മാറിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തുള്ള ഇവരുടെ കുടുംബ സാഹചര്യങ്ങളും അയൽപ്പക്കവും ഒക്കെ വളരെ സ്നേഹത്തിലാണ്, പ്രാർത്ഥനയിലാണ് എന്നുള്ള ഒരു വലിയ തെളിവും സാക്ഷ്യവും കൂടിയാണ്. അടുത്ത വീട്ടിലെ എൻ്റെ പേരെന്താ പറഞ്ഞത്, മിഖായൽ എന്ന മകൻ്റെ ഒരു വലിയ മിഖായൽ എന്ന കൂട്ടുകാരൻ്റെ ഒരു മകനാണ്, സുഹൃത്തിൻ്റെ മകനാണ്. അവന് കംപ്ലീറ്റ് അലർജിയാണ്. എപ്പോഴും ഒന്നും കൊച്ചുകുട്ടികൾക്ക് എന്തൊക്കെ കഴിക്കണം ഭക്ഷണം, അവനതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മാർട്ടിൻ എന്ന സഹോദരൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് തൈലം പുരട്ടി ഉപ്പ് നൽകി പ്രാർത്ഥിച്ച് കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടുകാരൻ്റെ മകൻ്റെ കണ്ണിൽ കുരുക്കളുണ്ടായിരുന്നു. അതെന്ത് ചെയ്തിട്ടും ചികിത്സിച്ചിട്ടും മാറുന്നില്ല. മാർട്ടിൻ്റെ അടുത്ത ഔഷധം പരിശുദ്ധ അമ്മയുടെ തൈലം ഉപ്പുമാണ്. അത് പ്രയോഗിച്ചു. പരിശുദ്ധ അമ്മയുടെ സൗഖ്യം അവന് കിട്ടി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മാർട്ടിൻ പറയുന്നു, സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഞാനിന്ന് വലിയ ധനികനൊന്നുമല്ല, പക്ഷേ എൻ്റെ കഴിവിൽ നിന്ന് ഞാൻ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ഒരു ദശാംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. എൻ്റെ കുടുംബം വളരെ സന്തുഷ്ടമാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥനയില്ലാതെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മകന് വേണ്ടി മുട്ടുകുത്തി കരഞ്ഞ ആ പ്രാർത്ഥന ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ മുട്ടുകുത്തി കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കുള്ള കൃപ നൽകണമേ എന്ന്, മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ എന്നാണ് ഈ സഹോദരൻ പറയുന്നത്. നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ തമ്പുരാൻ്റെ മുൻപിൽ മുട്ടുമടക്കാനുള്ള വലിയ കൃപ, എളിമപ്പെടാനുള്ള കൃപ, വിട്ടുകൊടുക്കാനുള്ള കൃപയാണ് നമുക്ക് ഏറ്റവും അധികം ആവശ്യം. പിന്നെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ക്രമീകരിക്കുമെന്നതിൻ്റെ വലിയ സാക്ഷ്യത്തിൻ്റെ ഒരു തെളിവാണ് ഇവിടെ നമുക്ക് പങ്കുവച്ച് തന്നത്. അപ്പോൾ ഈ വലിയ സാക്ഷ്യത്തിനും അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.